ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ തൊടിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതിട്ടോ. ഇന്ന് ആക്ച്വലി ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തൊരു ദിവസമാണ്. സോ എന്തൊക്കെയോ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ ആകെ മൊത്തം മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, ഞാൻ ഭയങ്കര ഡൗൺ ആണ്. സോ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയിലോട്ട് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ ഞാൻ തൊടിയിലോട്ട് ഇറങ്ങിട്ടോ. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മത്തൻ ഉണ്ടായതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇവിടെ വേറൊരു മത്തൻ കുട്ടി കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ദേ ഇവിടെ ഞങ്ങൾ കമ്പിവേലി ഇങ്ങനെ അടച്ചിട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൂടെ പന്നികൾ കയറി ശല്യം ചെയ്യുക കേട്ടോ. ഇവിടെ വെച്ച എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവരുടെ വഴി അടച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കരുതും കമ്പിവേലിയൊക്കെ അടച്ചുകൊണ്ട് പന്നികളെ വരുന്നില്ലാന്ന്. അപ്പോൾ അവർ വേറെ വഴി ഉണ്ടാക്കി വേറെ വഴി കൂടെ വരാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പോഴാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വാഴക്കുലയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്, നല്ല പൂമാനിയൊക്കെ ഇട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പൂമാനി ഇതിനിവിടെ അങ്ങനെ പറയാറുള്ളത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇതും ഈ ചെറുപയറൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാട്ടാ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കണം. പിന്നെ വാഴയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തടം വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വീഴുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങളത് വെച്ചിട്ടുണ്ട്. ആൻഡ് കിണർ ഇടിഞ്ഞു വീണതായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കിണർ ഇടിഞ്ഞു വീണു മഴയത്ത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഇതൊക്കെ നല്ലോണം തേച്ച് മിനുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിന് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ആ ഒരു ക്ലിപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മതിലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കുറേ പാമ്പിനെയൊക്കെ കിട്ടിയിട്ടാ. ഭാഗ്യം പണിക്കാരൊക്കെ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. ഐ മീൻ അങ്ങനെയല്ല, കുറേ പാമ്പുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് പാമ്പുകളൊക്കെ കിട്ടി. പിന്നെ നല്ല അടിപൊളി വെള്ളമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം. അന്ന് ഒരുമാതിരി ചളി കലങ്ങിയ പോലത്തെ ഒരു വെള്ളമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ മഴ അധികം ഇല്ലാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളത്തിലൂടെ നല്ല അടിപൊളി മീനുകളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം. ഇതൊക്കെ കണ്ടാൽ തന്നെ മൈൻഡ് ഒന്ന് പകുതി ഓക്കെ ആകുമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മത്തൻ ഉണ്ടല്ലോ, മത്തനെ നമ്മൾ എടുക്കാന്ന് കരുതിട്ടോ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു മത്തൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മഞ്ഞ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണി വെക്കുന്ന മത്തനില്ലേ, നമ്മുടെ വിഷുവിനൊക്കെ കണി വെക്കത്തില്ലേ, അങ്ങനത്തെ മത്തനാണ്. അപ്പോൾ അങ്ങനെ അധികം വലിപ്പം വെക്കത്തില്ല. അതിന് മുന്നേ തന്നെ അതങ്ങ് മഞ്ഞ കളർ വരും. അപ്പോൾ പിന്നെ അതങ്ങ് എടുക്കാന്ന് കരുതി. അപ്പോഴാണ് ഒരു കൊതുകിൻ്റെ ചോരയൊക്കെ അങ്ങ് കുടിച്ച് അതിനങ്ങ് തല്ലിക്കൊന്ന്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാഹസികമായിട്ട് വീഡിയോ ഒക്കെ ഓണാക്കിക്കൊണ്ടേ മത്തൻ എടുക്കാനൊക്കെ കരുതി, മത്തൻ മുറിക്കുന്നൊക്കെ കാണിക്കാമെന്ന് കരുതി. പക്ഷേ അതിനുള്ള യോഗമൊന്നും ഉണ്ടായില്ല. ഫോൺ താഴെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം മത്തൻ മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ മത്തനൊക്കെ മുറിച്ചെടുത്തു. ഇത്ര വലിപ്പമേ ഉള്ളൂ, പക്ഷേ സംഭവം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചെടിയിലെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള മത്തനാണിത്. കാരണം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊടി വൃത്തിയാക്കാൻ വന്ന ചേട്ടൻ ഈ മത്തൻ്റെ വള്ളിയൊക്കെ കൂടെ അങ്ങ് പറിച്ച് കളഞ്ഞ്. പിന്നെ മത്തനൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തു. 2 മത്തൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ല, രണ്ടും പൊട്ടിച്ചു. എന്നിട്ട് ഓപ്പോസിറ്റ് വീട്ടിലും കൊടുത്തു. ഇത് പിന്നെ ഞങ്ങളും എടുത്തു വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ വാഴമാനി, അതും പൊട്ടിച്ചെടുത്തു കേട്ടോ. കാരണം എനിക്കിത് എങ്ങനെയെങ്കിലും ചെറുപയർ വെച്ച് കഴിക്കണം ഭയങ്കര ആഗ്രഹം. പിന്നെ ഒന്നും നോക്കില്ല, അതും പൊട്ടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.